കാഞ്ഞിരപ്പുഴ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പദവിയെ ചൊല്ലി ലീഗും കോൺഗ്രസും തമ്മിൽ തർക്കം. കഴിഞ്ഞ ദിവസം ചേർന്ന UDF യോഗം തീരുമാനമാകാതെ പിരിഞ്ഞു. വൈസ് പ്രസിഡന്റ് പദവി PK ശശി വിഭാഗം സ്വതന്ത്രന് നൽകാനും നീക്കം. ഇടതുപക്ഷത്ത് നിന്ന് ഭരണം തിരിച്ചുപിടിച്ച UDFന് കാഞ്ഞിരപ്പുഴയിൽ കാര്യങ്ങൾ അത്ര എളുപ്പമല്ല. പ്രസിഡന്റ് പദവി പട്ടികജാതി വനിതാ സംവരണമാണ്. കേരള കോൺഗ്രസിന്റെ സീറ്റിൽ തൃക്കളൂർ വാർഡിൽ നിന്ന് മത്സരിച്ച വനിതയാണ് പ്രസിഡന്റ് സ്ഥാനാർത്ഥി. മുന്നണി മര്യാദ പ്രകാരം വൈസ് പ്രസിഡന്റ് പദവി ലീഗിന് അവകാശപ്പെട്ടതാണെന്നും അത് നൽകണമെന്നുമാണ് ലീഗിന്റെ ആവശ്യം. 21-അംഗ ഭരണസമിതിയിൽ കോൺഗ്രസിന് 5, കേരള കോൺഗ്രസ് 1, ലീഗ് 2, ശശിപക്ഷക്കാർ 2, CPM 5, CPI 1, NCP 1, BJP 2, സ്വതന്ത്രർ 2 എന്നിങ്ങനെയാണ് കക്ഷിനില. ലീഗിനെ മാറ്റി നിർത്തി 2 സ്വതന്ത്രരെ ഒപ്പം നിർത്തിയാൽ കോൺഗ്രസിന് 10 പേരുടെ പിന്തുണയോടെ ഭരിക്കാം. ലീഗ് 2 സ്വതന്ത്രരെ ഒപ്പം നിർത്തി പ്രത്യേക ബ്ലോക്കായി ഇടതുമുന്നണിയുമായി ധാരണയുണ്ടാക്കിയാൽ കോൺഗ്രസിന് ഭരണം കൈവിട്ടുപോകും. ഇടതുമുന്നണിക്ക് 12 പേരുടെ പിന്തുണയുണ്ടാകും. സ്വതന്ത്രരായി മത്സരിച്ച 2 പേരും കോൺഗ്രസ് റിബലുകളാണ്. ഏതായാലും തിരക്കിട്ട ചർച്ചകളാണ് കാഞ്ഞിരപ്പുഴയിൽ നടക്കുന്നത്. തരുന്ന സ്വർണം നല്ലതും വിശ്വസിക്കാൻ പറ്റുന്നതായിരിക്കും. നമ്മുടെ കെൻസ ഗോൾഡൻ ഡയമണ്ട്സിലെ സ്വർണം പോലെ. കെൻസ ഗോൾഡൻ ഡയമണ്ട്സ്, കല്ലടിക്കോട്, കോട്ടോപ്പാടം, എലമ്പുലാശ്ശേരി.